ചായക്ക് ഇതെന്താ? ഓ പിന്നെ ഉണ്ടാക്കിയാ നല്ല ഫീലിംഗ് കിട്ടി. അത് നന്നായി. അപ്പൊ സാധനം ഉണ്ടാവും ചെയ്യല്ലോ. 2 ബ്രെഡൊക്കെ ഉണ്ടാ അന്നത്തേത് പിന്നെ വാങ്ങാൻ പോയതിൻ്റെ. അല്ല ഇത് ഉണ്ടാക്കാൻ കാരണം ഉണ്ടാക്കണ്ട. അല്ല ചായക്കൊന്നുമില്ല വെച്ചിക്കഴിഞ്ഞാൽ ചായക്കൊന്നുമില്ല കടി. അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെജിറ്റബിൾസ് കുറയില്ലേ, നല്ലതുമാണ് ഹെൽത്തിന്. വെള്ളം തുറന്നിട്ടിക്കണോ? പിന്നെ ചേക്കുണ്ടല്ലേ അരവെള്ളം തുറന്നിട്ട്. ഞാൻ ഒന്നുമില്ല. ഫില്ലിങ് ഉണ്ടായിക്കോട്ടെ. ഫില്ലിങ് ഉണ്ടോ? ഉണ്ടായിക്കോട്ടെ. പിന്നെ എടുക്കാൻ പറ്റൂല ഇതിന്ന്. എടുക്കാനൊക്കെ പറ്റും. അത് അതിൽ വെക്കുമ്പോൾ ഒട്ടുമല്ലോ, അപ്പം ശരിയായിക്കോളും. ഫില്ലിങ് നല്ല ഉണ്ടാവും. നല്ല ടേസ്റ്റ്. പാൽച്ചായ ഉണ്ടാക്കണം. പാലുണ്ട ബാക്കി? ഇതെങ്ങനെ ഉണ്ടാക്കിയത്? ഇതെങ്ങനെ ഉണ്ടാക്കി? ഇതില്ലേ മറ്റേ സാധനമില്ലേ, കോളിഫ്ലവറാ? കോളിഫ്ലവർ അല്ല, കോൺഫ്ലവറാ? കോൺഫ്ലവർ. അതുകൊണ്ടാണ് മയോണൈസ് ഉണ്ടാക്കി, മുട്ട ഇട്ടല്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കാല്ലേ? അപ്പം മയോണൈസ് കുറേ തരത്തിലുണ്ടാക്കാം. ഉണ്ടാക്കാലോ. മറ്റേ പച്ചമുട്ട അല്ലേ? അപ്പം പച്ചമുട്ട ഉണ്ട്. പക്ഷെ പച്ചമുട്ട ഉണ്ടാക്കിയാൽ കറക്റ്റാണ്, പക്ഷെ ആ സ്മെല്ലുണ്ടാവും. അതാണ് ടേസ്റ്റ് ഉണ്ടാവും സത്യത്തിൽ. സത്യമാണ്. ഇതിങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ നമുക്ക് ഒരു ദിവസം ചീസ് ഉണ്ടല്ലോ, ബ്രെഡ് ചീസ്, അത് വെച്ചിട്ട് ചെയ്തോക്കണം. അത് ടേസ്റ്റ് ഉണ്ടാവും. ഇത് വലിയ ബ്രെഡിൻ്റെ സെറ്റാണ്. ഇത് കുഞ്ഞ ബ്രെഡാണ് അല്ലേ? കുഞ്ഞ ബ്രെഡാ? കുറേ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ചെറുതാണ്, കുറേ ഉണ്ട്. വേഗം പൊട്ടി പോവാ. അവര് ഹിന്ദിക്കാർ കുറേ ലഗേജ് ഒക്കെ കൊണ്ടുപോകണം കണ്ടു. നോമ്പർപ്പിക്കാൻ പോകും. അമ്മയ്ക്ക് നോമ്പർപ്പിക്കാൻ ആരും വിളിച്ചില്ലേ? പറ്റ കട്ടി കുറവുണ്ടോ? പൊട്ടുവോ? പൊട്ടുന്ന് നമുക്ക് തോന്നുന്നു. നീ ബ്രെഡ്, ഇത് മിൽക്കിന്റെ ബ്രെഡാണ്. മിൽക്കിന്റെ? ഇത് എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയാ? അതൊക്കെ നോക്കിയേനെ അതിലുണ്ടല്ലോ. എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിയാനായത് വെക്കൂല അവിടെ, നോമ്പർപ്പിക്കാനുള്ളതുകൊണ്ട്. നല്ല ചെലവുണ്ട് ബ്രെഡിന്. കോൺഫ്ലവറിനൊക്കെ നല്ല പാക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യില്ലേ അവര്? നല്ല ചെലവുണ്ട്. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നടക്കട്ടെ അമ്മേൻ്റെ പണി. പഠിച്ചാ? ഞാൻ പഠിക്കാൻ പോട്ടെ.